പുതിയൊരു യാത്ര, പുതിയ ലക്ഷ്യം, പുതിയ ക്ലൈമറ്റ്, റിസോർട്ട് ട്രിപ്പ്. നമ്മുടെ അർഷാദ് ഖാന്റെ കൂടെ ഗ്രൂപ്പ് ലയന ചർച്ചകൾക്ക് ശേഷം ഞാനും ജംഷി ഒന്നായിട്ടുള്ള യാത്ര. എനിക്ക് കാരണം വെച്ചാൽ എന്ത് പറഞ്ഞാൽ ആരില്ല, ഒറ്റക്കാവുമ്പോ പരസ്പരം ഞങ്ങളേനുള്ളൂ. സംതിങ് ബിഗ് വിൽ ഹാപ്പൻ. അങ്ങനെ നമ്മുടെ യാത്ര കക്കാടംപൊയിൽ എത്തിയിരിക്കുകയാണ്. പിനാക്കിൾ ഇൻ റിസോർട്ട്, അതാണ് നമ്മുടെ ഇന്നത്തെ റിസോർട്ടിന്റെ പേര്. പിനാക്കിൾ ഇൻ റിസോർട്ട് ഇൻ കക്കാടംപൊയിൽ. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ഇവിടെ, ഇന്ന് നാളെ ഉച്ചവരെ വൈകുന്നേരം വരെ എവിടെയാണ് നമ്മുടെ ഓക്കെ. നല്ല രസം, ഒത്തൊരു തണുപ്പുണ്ട്. കോട ഉണ്ടോന്ന് വെച്ചാൽ കുറവാണ്. അങ്ങോട്ടിലുണ്ടല്ലോ, നല്ല കോട. പിനാക്കിൾ ഇന്നിന്റെ റിസപ്ഷൻ, ഇതിന്റെ ഏറ്റവും ടോപ്പിൽ അവിടെയാണ് എത്തേണ്ടത്. അവിടെയാണ് എത്തേണ്ടത്. ഓക്കെ, അങ്ങനെ ഓഫ് റോഡ് തുടങ്ങിയിരിക്കുകയാണ് പിനാക്കിൾ റിസോർട്ടിലേക്കുള്ള. ഈ കാണുന്നതാണ് നമ്മുടെ ഇത് നിങ്ങളെ പ്രോപ്പർട്ടിയാ? കിഡ്സ് പൂൾ ഉണ്ടല്ലോ. കണ്ടു നമ്മുടെ എത്തിയിരിക്കുകയാണ്. ടീം കാണുന്നില്ല. അപ്പൊ നമ്മുടെ ഇൻഫിനിറ്റി പൂള്. ഇവനെല്ലാകാരാ, എല്ലാ ഇവനും ഹർഷാക്കാ. അപ്പോ കുറെ കാലത്തെ ശേഷം റിസോർട്ടിലേക്ക് വീണ്ടും സംഗമിച്ചു. ഓൾ ഇന്ത്യ ട്രിപ്പിന് ശേഷമല്ല, ചെറിയ 2 ദിവസത്തേക്കുള്ള. നമുക്കറിയാം അത് വെള്ളച്ചാട്ടത്തിൻ്റെതാണ്. പിന്നെ ഈ ഭാഗത്തുള്ള വ്യൂ കണ്ടോളെ, ഈ സൈഡിലെ വ്യൂ. ചെറിയൊരു വാട്ടർഫാളിലും കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ഇവിടെയാണ് ഫോഗി മൗണ്ടെയിൻ എന്ന് പറഞ്ഞത്. അത് അതുകൊണ്ട് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ളൊരു സ്ഥലം. ആവറേജ് പ്രോപ്പർട്ടി. കുറേ ഫോട്ടോസ് എടുക്കാനുണ്ട്. നല്ല കുളി കഴിഞ്ഞേരോ 1.5 കോട ഇറങ്ങല. ഇവിടെ ഇറങ്ങിയ എനിക്ക് എത്രത്തോളം ഇവിടെ ഒരു ഗ്ലാസ് പിടിച്ചിട്ടുണ്ട്, അതൊന്നും കാണുന്നില്ല. ഒരൊത്ത തണുപ്പ്, നല്ല തണുപ്പ് തുടങ്ങിക്കുന്നല്ല പറയുവാണെങ്കിൽ. സൂപ്പർ. കണ്ടാ കോട ഇറങ്ങിയിട്ടുണ്ടല്ലേ. അവിടെ നല്ല വലിയ മലകളുണ്ട്. ഇങ്ങനെ കോട. ഇതാണ് നമ്മളെ റൂം. രാവിലെ മര്യാദയ്ക്ക് കാണിച്ചു. ഓക്കെ, ഇവിടെ 2 പേർക്ക് എടുക്കാം, അവിടെ 2 പേർക്ക് എടുക്കാം. പിന്നെ അവിടെ സോഫ ഉണ്ട്, ചായ കാച്ചാനുള്ള സെറ്റപ്പ് ഉണ്ട്, എക്സ്ട്രാ ബെഡ് ഉണ്ട്. ഓക്കെ, അവിടെ ആ ബാത്റൂം അത്ര ഇത് പോരാ. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ജംഷിയ. അവൻ ഒറ്റക്കല്ല. സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ആകാംക്ഷയോടെ ബഹുമാനപ്പെട്ട നെംഷിയുടെ സ്പെഷ്യൽ മസാലയും ജംഷിയുടെ ഹമ്മൂസ്, ഹസീമിന്റെ ഒത്താശ. വായിലെ നാവ് ഉനൈസ് പറഞ്ഞ് ഹസീമിന്റെ വായിലെ നാവ്. പിന്നെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ മിസ്റ്റർ ഇസ്മായിൽ ഈസ് ക്യാപ്റ്റൻ. ഞാൻ പണിയുന്നോ പറക്കുകയാണ് മക്കളെ. തീ പാറുകയാണ്. കക്കാടംപൊയിൽ ബിലാൽ നഗറിന്റെ ടീം വന്നിട്ട് പല യാത്രയും
പോയിക്കുണ്ടാവും. പക്ഷെങ്കില് ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ടാവും, ചില മട്ടൺ ഗ്രില്ല്. പക്ഷെ ഈറ്റാത്ത പ്രോൺസ് ഏടെ കിട്ടണ ഗ്രില്ല് ചെയ്യാന് ഏതാ സാധനങ്ങൾ നോക്ക്. ഏത് സാധനം അതാ പാട്ട്, ലൈവ് പാട്ട്. ഇതാ അർഷദ് ഖാന്റെ ഗ്രില്ല് എന്നതാ മാണ്ടിനി, ഇതെന്താ മാണ്ടേ? പിന്നെ സൈഫു ഖാന്റെ കമന്ററി. പോലെ കുളുങ്ങിൽ നീ നടക്കും വിശൽ വിരുന്ന് ഗാനഗന്ധർവൻ സൈഫുദ്ദീൻ എരോത്തും അസീഫ് കുന്നത്തും നയിക്കുന്ന ഈശൽ വിരുന്ന് പുണ്യനാട്ടിൽ വിലസിടും നാരി അഭിവാദ്യങ്ങൾ 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 ധീരതയോടെ നയിച്ചോളൂ. ഗാനഗന്ധർവൻ ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ആബി കോച്ച് അടുത്തതായി നിങ്ങൾ പറഞ്ഞു. തീർച്ചയായും നിങ്ങളേക്ക് മൈക്ക് കൈമാറുകയാണ്. അതിപ്പോ സാധനങ്ങൾ റെഡി ചെയ്തു. ഏതാ കൊഞ്ചനൊക്കെ ഏതാ സാധനം? ചിക്കൻ പീസ് ഹോർമോസ് ഇപ്പം വരും കാര്യങ്ങൾ. അങ്ങനെ മാഷാ അല്ലാ ഒന്നാമത്തെ ദിവസം ഞാൻ സത്യത്തിൽ നംഷീന്റെ ജംഷീറിന്റെ നേതൃത്വം തന്നെ വേണം ഈ ഫുഡിന്റെ കാര്യത്തിൽ. എന്ത് പറയുന്നത്? അവരെ നേതൃത്വത്തിലുള്ള രാത്രിയത്തെ ഡിന്നർ സെറ്റാക്കി നല്ല കൊഞ്ചൻ പ്രോൺസ് ഉൾക്കടലിന് പിടിച്ച ഒന്നൊന്നര ഗ്രില്ലുണ്ട്. ഓക്കെ കുബൂസ് പിന്നെ ഇതില് നമ്മളെ കൂടെ തരുന്നതിലൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങോട്ട് കൊടുക്കുന്ന സൂപ്പർ സാധനം.